അത് ദിവിഷും രാഹുലിനും അറിയാമോ എന്നറിയില്ല. ട്യൂബ് റോസ് എന്ന് വിളിക്കുന്ന ഒരു ഇനമുണ്ട്. വളരെ മെലിഞ്ഞ് മുല്ലപ്പൂവിൻ്റെ സാദൃശ്യം ചെറുതായുള്ള ഒരു പൂവാണ്. പൊതുവെ പൂമാല കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പൂവ്. അത്തപ്പൂക്കളത്തിൽ വലിയ ഏരിയയിൽ വെളുത്ത നിറം കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. അതിപ്പോൾ വിപണിയിൽ കുറച്ച് നാളായി ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുണ്ടോ രാഹുൽ? ഞാൻ ആ പൂ കണ്ടിട്ടില്ല. അതാണ് മോദി, ആ പേരൊന്നുകൂടി പറയാമോ? ട്യൂബ് റോസ്. എടാ അതൊക്കെ ചുമ്മാ ഒരു പേരല്ലേ, ഒറിജിനൽ പേരാണെന്ന് ആർക്കറിയാം. ട്യൂബ് റോസ്. എനിക്ക് ചെമ്പരത്തിയും തെറ്റിയല്ല വേറെ ചേട്ടാ. ചെമ്പരത്തി രാഹുലിന് ഉറപ്പായിട്ടും അറിയാം. വരാറുണ്ടോ? രതീഷ് ചേട്ടാ, ഒന്ന് ക്യാമറ തിരിച്ചാൽ കടുത്ത വെയിലാണ്, സൂര്യനെ കാണാം. പിന്നെ ഈ വെയിലത്താണ് ആളിറങ്ങി നടക്കുന്നത്. പിന്നെ മഴ നിറഞ്ഞ് കുറച്ച് വെള്ളം റോഡിലൊക്കെ ഉണ്ട്. അതെല്ലാം താണ്ടി മുന്നോട്ട് നടന്ന് അവസാനം ആർക്ക് വേണ്ടി നടന്നതെന്ന് അറിയാമോ? ഇത്രയും നടന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഊഹിക്കാമോ? മനസ്സിലായി. എനിക്ക് വേണ്ടി ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ഒടുവിൽ പല കടകൾ, പല മലകളും കടകളും പുഴകളും താണ്ടി ഒടുവിൽ ആ ട്യൂബ് റോസ് അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ചെളിവെള്ളമാണ് കേട്ടോ പുഴകളൊക്കെ താണ്ടിയത്. പക്ഷെ ഏതായാലും ആ സ്നേഹം ഇതല്ലേ ട്യൂബ് റോസ്. അത് തന്നെ, അതാണ് ട്യൂബ് റോസ്. ഈ ട്യൂബ് റോസ് കണ്ടുപിടിച്ചു. എനിക്ക് ഓർമ്മ വന്നു നമ്മൾ ഈ ബോർഡർ ഒക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്തായാലും പല ഈ കോളേജിലൊക്കെ അത്തപ്പൂക്കളത്തിലേക്ക് അധികമായി വാങ്ങുന്ന ഒരു പൂ ഇതായിരിക്കും. കാരണം ഈ താരതമ്യേന വില കുറഞ്ഞ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്ന ഒരു പൂ എന്നുള്ള നിലയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിവിധ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കലാണ് ഓണത്തിൽ. ഒരാൾ വരുന്നുണ്ട്. അനുഭവത്തിൽ പറഞ്ഞ പൂക്കളി ചാലയെന്ന് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പുഴയും മലകളും കടന്ന് ഇതാ എത്തിയിരിക്കുന്നു നമ്മുടെ. പിന്നെ ഇതിനകത്ത് ഒരു പൂ ദിവസം കൊടുത്തരാം. ഇത്രയും കൊല്ലമായിട്ട് ഇത് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അറിയില്ലെന്ന് പറഞ്ഞ ആദ്യത്തെ ആള് രാഹുലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കുഞ്ഞല്ലേ? അപ്പൊ രണ്ടു കുഞ്ഞുങ്ങൾക്കും അറിയില്ലായിരുന്നു ഈ സംഭവം. ഇതാ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാണ് ട്യൂബ് റോസ്. അങ്ങനെ സ്നേഹ സമ്മാനവുമായി ഇതാ എത്തിയിരിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്, നമ്മുടെ ഓണ വിശേഷത്തിലേക്ക്, ഉത്രാട ദിനത്തിലേക്ക്. ഇതിന്റെ ഓർമ്മ എന്താ? 2003 അത്തപ്പൂക്കളാണ്. ഈ പൂക്കളൊക്കെ ആയി വന്ന സ്ഥിതിക്ക് രാഹുൽ ഒരു പൂവിനെ കുറിച്ചുള്ള പാട്ട് പാടി. അതെന്തായാലും വേണം. നമ്മൾ അങ്ങനെ വെറുതെ ഒരുമിച്ച് വേണം. ഏത് പാട്ടാ? ഗഗരീരി സാസനീനി പാപരീരി സാസനീനി പാപ ഗഗ സാസനീനി സനി പനി പഗരീ ഉത്താടപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂ നിലവേവാ.